ഖുർആൻ ബൈബിളിൽ നിന്നും കോപ്പിയടിച്ചതാണ്. ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ചിലർ തോറയിൽ നിന്നും കോപ്പിയടിച്ചതാണെന്നും പറയും. അപ്പോൾ ഈ ബൈബിളിലും തോറയിലുള്ള വചനങ്ങൾ ഖുർആനിലും കാണപ്പെടേണ്ടതല്ലേ? തീർച്ചയായും ഖുർആനിൽ ബൈബിളിലെയും തോറയിലെയും വചനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ കോപ്പിയടിച്ചു എന്നതിനൊരു തെളിവായി അല്ലേ? എന്നാൽ രസകരമായൊരു വസ്തുത എന്തെന്നാൽ, ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും ബൈബിളും തോറ മാത്രമല്ല, ഇഞ്ചീൽ, സബൂർ, വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇതിലൊന്നും വിശ്വസിക്കാതെ ഒരു യഥാർത്ഥ മുസ്ലിമാവാൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം അതിൻ്റെ പ്യുവർ ഫോമിലായിരിക്കണം എന്ന് മാത്രം. അതായത് മനുഷ്യരുടെ കൈക്കടത്തലുകൾ കടക്കാത്ത യഥാർത്ഥ പ്യുവർ ഫോമിലുള്ള ഗ്രന്ഥങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഖുറാൻ്റെ പ്രസക്തി എന്താണ് അല്ലേ? ബൈബിളിൽ അങ്ങ് വിശ്വസിച്ചാൽ പോരെ? ന്യായമായൊരു ചോദ്യമാണ്. പക്ഷേ ഈ ബൈബിൾ, തോറ, ഖുറാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ആത്മാർത്ഥമായി പഠിച്ചവർക്ക് മനസ്സിലാകും ഇതിലെല്ലാം പറയുന്ന ദൈവം ഒന്നാണെന്നും അവസാനമായി ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ടെന്നും വ്യക്തമായി പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ദൈവം ഈസാ നബിയോട്, അതായത് യേശു ക്രിസ്തു എന്ന് നിങ്ങൾ പറയുന്ന ഈസാ നബിയോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിന്റെ സഹോദരങ്ങൾക്കിടയിൽ നിന്നും നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ ഉയർത്തും, എൻ്റെ വചനങ്ങൾ ഞാൻ അവൻ്റെ വായിൽ വെക്കും എന്ന് പറയുന്നു. മാത്രമല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം വചനത്തിൽ വായിക്കാൻ അറിവില്ലാത്തവന് പുസ്തകം കൊടുത്തിട്ട് വായിക്കാൻ പറയും. അപ്പോൾ അവൻ പറയും, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ എന്നുത്തരം പറയും. തീർച്ചയായും ഖുറാനിലെ 96-ാം അധ്യായത്തിൽ ആദ്യ വചനങ്ങളിൽ നിങ്ങൾക്കിത് വ്യക്തമായി കാണാൻ സാധിക്കും. ഇറാ ഗുഹയിൽ വെച്ചാണ് ജിബ്രീൽ എന്ന ദൈവത്തിൻ്റെ മാലാഖ വന്ന് നബിയോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ പറയുന്നത്. ബൈബിളിൽ ഇതൊക്കെ ഈസാ നബിയോട്, അതായത് നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിനോട് പറയുന്നത് ആരാണ്, കൽപ്പിക്കുന്നതും ആരാണെന്ന് വ്യക്തമായി ചിന്തിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിസാരമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദൈവമാണെന്ന്. ആ ദൈവത്തെയാണ് മുസ്ലിമുകൾ ആരാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈസാ നബിയിലും വിശ്വസിക്കാതെ ഒരു മുസ്ലിമും മുസ്ലിമാവുകയില്ല. പക്ഷേ മുഹമ്മദ് നബിയെ പോലെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന രീതിയിലാണെന്ന് മാത്രം. അതാണ് വസ്തുത. ഇനിയും ഒരുപാട് തെളിവുകൾ എനിക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും. ഈ ഒരു ചെറിയ വീഡിയോയിൽ കൊള്ളിക്കാൻ സാധിക്കില്ല എന്നതാണ്. മറ്റൊരു മതത്തിൻ്റെയും വിശ്വാസത്തെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും എല്ലാവരുടെയും വിശ്വാസത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഖുർആൻ കോപ്പിയടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു സംഭവം ഞാൻ എടുത്തു പറഞ്ഞത്. തീർച്ചയായും അള്ളാഹു പറയുന്നുണ്ട്, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഒരുപാട് അതാതു കാലഘട്ടത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടെന്നും അവസാന ഗ്രന്ഥമായ ഖുർആൻ മുഹമ്മദ് നബിയിലൂടെ ഞാൻ പൂർത്തീകരിച്ചെന്നും ഇനിയൊരു ഗ്രന്ഥവും പ്രവാചകനും നിങ്ങളിലേക്ക് കടന്നു വരികയില്ല എന്നും സൂറത്തുൽ മാഇദയിലെ 3-ാം വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനം കൂടി യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 49-ാം വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ എന്തു പറയണം, ഞാൻ എന്തു സംസാരിക്കണം എന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു പിതാവ് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അയച്ചിരിക്കുന്നത് എന്നതാണ് പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വചനത്തിൽ പറയുന്നത്. ഞാൻ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്നും നിന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ അവർക്കായി ഉയർത്തുമെന്ന്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് മാത്രം ദൃഷ്ടാന്തമുണ്ട്.